ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഫസ്റ്റ് നോമ്പിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതാ അന്ന് പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പത്തിരി ആവുമ്പോൾ രാവിലത്തെ ക്ലീനിങ്ങും ഫ്രഷ് ആവലും ഒക്കെ കഴിഞ്ഞിട്ട് വേഗം പത്തിരി അങ്ങനെ റെഡിയാക്കിയിട്ട് വെക്കും. ഇപ്പോൾ ഇതാ ഞാൻ പത്തിരിയൊക്കെ ഒന്ന് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പത്തിരി ചുട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ സ്നാക്കായിട്ട് മോമോസാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിനുള്ള മാവും കൂടി ഒന്ന് കുഴച്ചെടുത്തിക്കണ്. ഇത് 1 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ആവശ്യത്തിനുള്ള ഉപ്പും ഇളം ചൂടുവെള്ളത്തിൽ നല്ല സോഫ്റ്റായിട്ട് ഒന്ന് കുഴച്ചെടുത്തതാണ് കേട്ടോ. ലാസ്റ്റ് കുറച്ച് ഓയിലും കൂടി ആക്കിയിട്ട് അതവിടെ മൂടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇതാ പത്തിരി മുഴുവനായിട്ട് തന്നെ ചുട്ടെടുത്തുക്കണേ. പിന്നെ ഇപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ കിച്ചണിൽ വന്നത്. അസ്ര നിസ്കാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ആദ്യം തന്നെ ഇതാ തരി കാച്ചാനുള്ള പാലൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തുക്കണേ. ഇനിയിപ്പോൾ മോമോസിനുള്ള ഫില്ലിങ് റെഡിയാക്കണം. ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തുക്കണത്. ഇനിയിപ്പോൾ അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള വലിയ ഉള്ളിയും 1 ക്യാപ്സിക്കം നല്ലോണം ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തുക്കണേ. പിന്നെ അതിലേക്ക് 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിങ്ങനെ നല്ല ബ്രൗൺ കളറായിട്ടൊന്നും വരണ്ട. വെള്ളുള്ളിയൊക്കെ നല്ലോണം ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി കേട്ടോ. ആ സമയത്ത് ഞാൻ കുറച്ച് ചിക്കന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് സോയാ സോസ് കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഫില്ലിങ് റെഡിയായി. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ മോമോസിനുള്ള ഫില്ലിങ് റെഡിയായി കേട്ടോ. ആ സമയത്ത് തരിക്കുള്ള പാല് തിളച്ചപ്പോൾ റവയും കൂടി ഇട്ട് കൊടുത്തിക്കണ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പഞ്ചസാരയും ഉപ്പും ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ മോമോസ് ഒന്ന് ഷേപ്പാക്കി എടുക്കണം. ഞാനിതാ പത്തിരി പ്രസ്സിലാണ് കേട്ടോ ഷേപ്പാക്കി എടുക്കുന്നത്. ഞാനിതാ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഷേപ്പാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഷേപ്പാണിത്. മറ്റേത് കുറച്ച് ടൈം വേണ്ടേ. അപ്പോൾ ഇതാകുമ്പോൾ വേഗം നമ്മൾ അടൻ്റെ ഷേപ്പിൽ അങ്ങനെ ആക്കിയിട്ട് തിരിച്ചതാ ഇതുപോലെ ഒന്നാണ് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാതും ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ആ സമയത്ത് ഇതാ തരിക്കഞ്ഞി റെഡി ആയിക്കണം കേട്ടോ. ലാസ്റ്റായിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതവിടെ മൂടി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ മോമോസും ഫുള്ളായിട്ട് ഷേപ്പാക്കി എടുത്തുക്കണം. ഇനിയിപ്പോൾ അതൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. മോമോസ് അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ചിക്കൻ കറി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചിക്കൻ കറിക്കുള്ള തേങ്ങ ഞാൻ രാവിലെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. പിന്നെ മോമോസ് സിമ്പിളായിട്ടൊരു ചട്നി കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയും 4 ഉണക്കമുളകും 2 അല്ലി വെളുത്തുള്ളിയും 1 ടീസ്പൂണ് സുറുക്കിയും 1 ടീസ്പൂണ് പഞ്ചസാരയും കുറച്ച് കെച്ചപ്പ് കൂടിയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളൊരു മോമോസ് ചട്നിയാണ് ഇത്. നല്ല ടേസ്റ്റുള്ളൊരു ചട്നിയാണ്. അങ്ങനെ അതും റെഡിയായി. പിന്നെ 10 മിനിറ്റ് ആയി. മോമോസും റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഇനിയിപ്പോൾ നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സ്ട്രോബെറി ഉണ്ടായിരുന്നല്ലോ, അതൊന്ന് ഷേക്ക് അടിക്കും കൂടി വേണം. അങ്ങനെ അതും റെഡിയായി. ചിക്കൻ കറിക്കുള്ള തേങ്ങയൊന്ന് ഒഴിച്ചെടുത്തിട്ട് അതൊന്ന് വറവിട്ടും കൂടി ചെയ്തിണ്. അങ്ങനെ എല്ലാതും റെഡിയായി ടേബിൾ മേൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു 15 മിനിറ്റും കൂടി ഉണ്ട് ബാങ്ക് കൊടുക്കാൻ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.